ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആയിരിക്കാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. മേ ബി ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, ആ ഒരു പേഴ്സന്റെ ആ ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനു വേണ്ട എല്ലാ വഴികളും നിങ്ങൾ ഇതിനോടകം തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഇവിടെ ഒരു മജീഷ്യൻ എനർജിയിലാണ് ഇരിക്കുന്നത്. കാരണം ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് ഒക്കെ ഇതിനോടകം തന്നെ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ആ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സ് എല്ലാം തന്നെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അത് നിങ്ങൾ ഇങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണൽ തിരിച്ചുവരവിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ ആ ഒരു മജീഷ്യൻ എനർജിയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഒരു പോസിറ്റീവ് വൈബ്രേഷനിലോട്ട് മാറുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ട്രൈ ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ ഒരുപാട് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആവുന്നുണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസപ്പോയിന്റ്മെന്റ് എനർജിയിലാണ് ഇരിക്കുന്നത്. കാരണം നിങ്ങളെ നഷ്ടമാക്കിയിട്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത് തന്നെ. അപ്പൊ അന്നൊന്നും നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളതോ ഒന്നും ആ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല. കാരണം ആ ഒരു തേർഡ് പാർട്ടി വളരെയധികം സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ അന്ന് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ നഷ്ടമായപ്പോഴാണ് ആ ഒരു വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനായിട്ട് സാധിച്ചതും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എനർജിയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വ്യക്തി നിങ്ങളെ നഷ്ടമാക്കിയതിൽ ഇപ്പോൾ വിഷമിക്കുന്നു. അപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സാഡാണെന്നാണ് കാണുന്നത്. നമുക്ക് അവരുടെ എനർജിയിൽ തന്നെ 5 ഓഫ് കപ്സ് ആണ് കിട്ടിയത്. വളരെയധികം സങ്കടത്തിൽ ഇരിക്കുകയാണ്. അവർ നഷ്ടമായ കാര്യങ്ങളിലാണ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. അവരുടെ ചുറ്റും സന്തോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ നഷ്ടമാക്കി കളഞ്ഞ കാര്യത്തിലാണ് അവർ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഒരു പേഴ്സൺ വല്ലാത്ത ഒരു കുറ്റബോധവും നിരാശയുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഉറങ്ങാൻ പോലും കഴിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു പേഴ്സണെ വേട്ടയാടുന്നുണ്ടായിരിക്കാം. അപ്പം അതിന്റെ കാരണം എന്ന് പറഞ്ഞത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പം ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ ഇപ്പോഴത്തെ അവസ്ഥ? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നോ ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അന്ന് ചിലപ്പോൾ ഒരുപാട് കരഞ്ഞ് നിങ്ങൾ പുറകിന് പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സന്റെ. കാരണം നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ ആയിരിക്കാം അവർ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അന്ന് ആ ഒരു വ്യക്തിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓപ്ഷനുമായി മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അന്ന് നിങ്ങളുടെ സങ്കടമോ നിങ്ങളുടെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും കണക്കിലെടുക്കാതെ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴായിരിക്കാം ആ ഒരു വ്യക്തിക്ക് എല്ലാം നഷ്ടമായ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായത്.
കാരണം ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ആ ഒരു വ്യക്തിക്ക് വേണ്ടത്ര പരിഗണനയോ ഒന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാതെ ഇരിക്കുന്ന ഒരു രീതിയിലാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ട പരിഗണനയൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ തേർഡ് പാർട്ടി സ്നേഹം വെച്ച് നീട്ടുന്നുണ്ട്, പക്ഷെ അവർക്ക് അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി, ഒരുപാട് സ്നേഹം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും വേണ്ട. ഒരു വിരസതയാണ് നിങ്ങളുടെ പേഴ്സണ്. അതിന്റെ കാരണം നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ക്ലാരിഫൈ. 4 ഓഫ് കപ്സ്, അതിന്റെ കാരണം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി അവരെ വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. കാരണം ഒരുപാട് ഈ ഒരു പേഴ്സൺ ഫ്രീഡം അനുഭവിച്ചായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ തേർഡ് പാർട്ടി അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ തേർഡ് പാർട്ടി ഒരുപാട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ആ ഒരു തേർഡ് പാർട്ടി വളരെയധികം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. എനിക്ക് ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ വളരെയധികം സാഡായിട്ട് കാണപ്പെടുന്നത്. ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഈ പേഴ്സണെ ഒരുപാട് തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. മാനസികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ. കാരണം ഒരുപാട് ഹൃദയവേദനയാണ് ഈ ഒരു പേഴ്സൺ ഇതിനോടകം തന്നെ അനുഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വ്യക്തി എല്ലാം ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നു. കാരണം അവരുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരാതെ ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ എല്ലാ ക്ലാരിറ്റിയും തരണമെന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇവിടെ വളരെ കൺട്രോളിംഗ് ആയിട്ടുള്ള തേർഡ് പാർട്ടി ആണെന്ന് ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു. ഈ ഒരു പേഴ്സൺ ഒരുപാട് ബ്ലാക്ക് മാജിക് പോലത്തെ സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണെ അവിടെ നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ആ ഒരു വശീകരണ ശക്തിയിൽ ഈ ഒരു പേഴ്സണെ അവിടെ തളച്ചിട്ടേക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. എന്തായാലും ഈ ഒരു പേഴ്സണെ മെന്റലി ഫിസിക്കലി എല്ലാം വളരെയധികം ടോർച്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെയധികം ഒരു ഡെവിൽ എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ്. അതായത് ആ ഒരു വ്യക്തി മറ്റുള്ളവരുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസിനെ എല്ലാം വെച്ച് കളിക്കുന്ന ഒരു പേഴ്സൺ ആണ്. എന്തായാലും വളരെയധികം കൺട്രോളിംഗ് ആണ്. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ചെന്ന സാഹചര്യം ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ആ ഒരു താൻ ചെന്ന സാഹചര്യം അത്ര നല്ല ഒരു സാഹചര്യം ആയിരുന്നില്ല എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം ഒരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി ചെന്ന് പെട്ടത് തന്നെ. കാരണം അവരുടെ ഒരു കർമ്മ അത് പൂർവ്വജന്മത്തിലുള്ള ഒരു കർമ്മ ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം ഇതൊരു കാർമിക് കണക്ഷൻ ആയിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട്. അപ്പം എന്തായാലും ഇപ്പോൾ ആ ഒരു വ്യക്തി ഒരു കർമ്മയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ട്, സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവുന്നുണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും പാസ്റ്റിന്റെ മിസ്റ്റേക്കുകൾ ഈ ഒരു പേഴ്സൺ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു എനർജിയാണ് ഇവിടെ വരുന്നത്. കാരണം ആ ഒരു വ്യക്തി പാസ്റ്റിന്റെ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്, പാസ്റ്റിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന്റെ സമയമാണ്. ഇപ്പോൾ ഒരു ജഡ്ജ്മെന്റ് ആണ്, യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന ഒരു ജഡ്ജ്മെന്റ് ആണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് വരണം എന്നുള്ള ചിന്തയാണ്. കാരണം നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. കാരണം നിങ്ങളെന്നുള്ള വ്യക്തി ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ഒരു വ്യക്തിയായിരിക്കാം. തിരിച്ചൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ ആ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നല്ല ഒരുപാട് സ്നേഹിച്ച ഒരു പേഴ്സൺ ആയിരിക്കാം. പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് അവരെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ ആ വ്യക്തിയെ കൊണ്ട് സാധിക്കൂ. അല്ലാതെ അവർക്ക് സ്നേഹമോ ഇമോഷൻസോ ഒന്നുമില്ല. അവരൊരു ഡെവിൽ എനർജിയാണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവർ സ്നേഹിക്കുകയല്ല, അവർ കൺട്രോൾ ചെയ്യുകയാണ് നിങ്ങളുടെ പേഴ്സണെ. ഇപ്പൊ മറിച്ച് നിങ്ങളാണെങ്കിലോ ആ ഒരു പേഴ്സണെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അരികിലേക്ക് ഓടി എത്തണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. കാരണം അവർക്ക് മടുത്തിട്ടുണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഇവിടെ ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ആണ്. കാരണം ആ ഒരു സാഹചര്യമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് ആണ്. എന്തായാലും ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നതായിട്ട് കാണും. നമുക്ക് ആദ്യത്തെ എനർജി മജീഷ്യൻ ആണ് കിട്ടിയത്. എന്തായാലും ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടായത്. ആ ഒരു പേഴ്സൺ എല്ലാം റിയലൈസ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷന്റെ പവർ ആയിരിക്കാം. ഒരുപാട് നെഗറ്റീവ് എനർജി ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതയാണ് ഈ ഒരു സമയം അനുഭവിക്കുന്നത്. സങ്കടവും ഉണ്ട്, ഭയവും ഉണ്ട്, മുന്നോട്ട് എങ്ങനെ പോകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് മേ ബി ഈ ഒരു പേഴ്സൺ സീക്രട്ട് ആയിട്ട് കൊണ്ടുവന്ന റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ ആലോചിച്ച് ഈ ഒരു പേഴ്സൺ ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നു. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി ഭയക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് കാണുമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അപ്പം അത് ഈ ഒരു പേഴ്സണ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് കാണുന്നു, മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. കാരണം ഈ ഒരു പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഡിസിഷൻ മാറ്റുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ മനസ്സിലെ പേടിയും അസ്വസ്ഥതകളുമാണ് അതിനെ കാണിക്കുന്നത്. കാരണം തേർഡ് പാർട്ടിയെ ഭയക്കുന്നുണ്ടായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുമോ യൂണിവേഴ്സ്? ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയുടെ സന്തോഷത്തിനും അല്ലെന്നുണ്ടെങ്കിൽ ലൈഫിലെ ഗ്രോത്തിനും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചേക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ ഗ്രോത്തിനും ആ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിനും വേണ്ടിയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ തീരുമാനിച്ചേക്കുന്നതാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് സോൾ മെസ്സേജും കൂടി നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ടാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. മേ ബി ഈ ഒരു പേഴ്സണും ഒരുപാട് കാലമായിട്ട് വെയിറ്റിംഗ് ആയിരിക്കാം ഈ ഒരു നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. മേ ബി അതായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ബോട്ടം എനർജി കിട്ടിയത്. ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷനും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ഡിസിഷനിലേക്ക് ആ ഒരു വ്യക്തി എത്തിച്ചേരുന്നതാണ് നിങ്ങളുമായിട്ടുള്ള ഒരു സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ട്. നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് എല്ലാ കാര്യവും അവരുടെ ലൈഫിൽ നടന്ന എല്ലാ കാര്യത്തിനും ഒരു ക്ലാരിറ്റി തന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു ലക്ഷ്യബോധം വന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു വ്യക്തി എങ്ങോട്ട് പോകണം, ലൈഫിൽ എങ്ങോട്ട് പോകണം എന്നുള്ള രീതിയിൽ ഒരു ഡിസിഷൻ എടുത്തിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരാനാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയം വിചാരിച്ചിരിക്കുന്നത്.
അപ്പൊ എന്തായാലും ഇവർ ആ ഒരു തേർഡ് പാർട്ടി, നമ്മൾ നോക്കിയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കുമോ എന്നാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിക്കും, പക്ഷെ ഇപ്പോൾ ഒരു ജഡ്ജ്മെന്റ് പീരീഡ് ആണ് ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ. അപ്പൊ അവർക്ക് ആ ഒരു കർമ്മ കിട്ടിയതിന് ശേഷമല്ല നിങ്ങളുടെ ഇതിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പം അതിന് ശേഷമായിരിക്കാം നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ യൂണിയൻ സാധ്യമാകുന്നത്. എന്തായാലും ഈ ഒരു വ്യക്തി ഒരു ഡിസിഷൻ എടുത്തേക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഡിസിഷൻ എന്തെന്നാൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ അരികിലേക്ക് വന്ന് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് തരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ തയ്യാറായിട്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജും കൂടെ നോക്കാം. ഈ ഒരു പേഴ്സൺ അറിയാം ഒരുപാട് പ്രതിസന്ധി ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്. അപ്പൊ ആ ഒരു തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിയിട്ട് നിങ്ങളുടെ അരികിലേക്ക് തിരിച്ചു വരണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. കാരണം അവർ വിശ്വസിച്ചവർ തന്നെ അവരെ പിറകിൽ നിന്ന് കുത്തുകിട്ടിയ ഒരു അവസ്ഥയാണ് ഈ ഒരു പേഴ്സൺ. അതായത് വിശ്വസിച്ചവർ തന്നെ ഈ ഒരു വ്യക്തിയെ ചതിച്ച ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞ കാര്യത്തെ പറ്റിയിട്ട് ഈ ഒരു പേഴ്സണ് വല്ലാത്ത സങ്കടമാണുള്ളത്. നിങ്ങളെ മനഃപൂർവ്വം നഷ്ടമാക്കിയിട്ടായിരിക്കാം അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയും യൂണിവേഴ്സിന്റെ ഗൈഡൻസ് ആണോ നോക്കട്ടെ. യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് വ്യൂവേഴ്സിന് കൊടുക്കാനുള്ളത്? നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ആ ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. മേ ബി നിങ്ങൾ സാമ്പത്തികപരമായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഈ ഒരു സമയം. നിങ്ങളൊരു സ്റ്റക്ക് എനർജിയിലായിരിക്കാം. യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുക. നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു സക്സസിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ ഈഗോ എല്ലാം മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. നിങ്ങൾ ഒരുപാട് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദേഷ്യമൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമൊന്നും പ്രകടിപ്പിക്കാത്ത ആളുകളായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ഈഗോ മാറ്റി വെക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി, നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ശരി, നിങ്ങളുടെ ഈഗോ മാറ്റി വെക്കുക. നിങ്ങൾ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. നിങ്ങൾ എന്ത് കാര്യവും എടുത്തെടിച്ചതുപോലെ സംസാരിക്കുന്ന ഒരു പേഴ്സൺസ് ആയിരിക്കാം. ഒരുപാട് ദേഷ്യമുള്ള വ്യക്തികളായിരിക്കാനായിട്ടുള്ള ചാൻസ് കാണുന്നു. അപ്പം യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു പഴയ രീതികളിലെല്ലാം തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ട്. അല്ലെ നിങ്ങൾ എന്തായിരുന്നു, പാസ്റ്റിൽ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിൽ നിങ്ങൾ മാറ്റം വരുത്തുക. കാരണം നിങ്ങൾ പുതിയ ഒരാളായി മാറാനാണ് ഈ ഒരു സമയം ട്രൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഈഗോ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈഗോ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് നേരത്തെ ഒരു കൺഫ്യൂഷൻ എനർജി ഉണ്ടെങ്കിൽ കൺഫ്യൂഷൻ എനർജി മാറ്റുക. നിങ്ങൾക്ക് നേരത്തെ ഡിസിഷൻ എടുക്കാനായിട്ട് കഴിയുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരുക. അതാണ് നമുക്ക് ഡെത്ത് കാർഡ് സൂചിപ്പിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതായത് നിങ്ങളൊരു പുതിയ ഒരാളായി മാറേണ്ടതുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ എനർജിയാണ് കൊണ്ടുവരേണ്ടത്. അപ്പം ഈ ഒരു സമയം നിങ്ങൾ എന്തെങ്കിലും ഈഗോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചതിയും വഞ്ചനയും ഒക്കെ നേരിട്ട ആളുകളായിരിക്കാം. നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചവർ തന്നെ നിങ്ങളെ ചതിച്ച സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫീലിങ്സ് ഒന്നും തന്നെ നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാനോ ഒന്നും കഴിയുന്നുണ്ടാവില്ല.
അപ്പം അത് ചിലപ്പോൾ നിങ്ങളുടെ ദേഷ്യമാണെങ്കിലും ശരി, നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരിക്കാം, സങ്കടമാണെങ്കിലും ശരി, നിങ്ങൾ പൊട്ടിക്കരയുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിനെയെല്ലാം ഒന്ന് കൺട്രോളിൽ വെക്കുക. ക്യൂൻ ഓഫ് കപ്സ് അതാണ് പറയുന്നത്, നിങ്ങളുടെ ഇമോഷൻസിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെക്കുക. നിങ്ങൾ ചുറ്റുമുള്ളവരെ ഒന്ന് നിരീക്ഷിക്കുക. മേ ബി അത് നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലായിരിക്കാം. അപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ നിങ്ങൾ നിരീക്ഷിക്കുക. കാരണം നിങ്ങളുടെ കൂടെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവർ തന്നെ റിയൽ അല്ലായിരിക്കാം. അപ്പം എല്ലാരെയും കണ്ണടച്ച് വിശ്വസിക്കാതെ അവരെ ഒന്ന് പഠിച്ചതിന് ശേഷം മാത്രം അവരോട് കൂടുതൽ ഇടപഴകാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം കൂടി നോക്കാം. ട്വിൻ ഫ്ലെയിം കണക്ഷൻ, കുംഭം, ബേക്കർ, തൃശൂർ, ഹെൽത്ത് ഇഷ്യൂസ്. നമ്പർ 42 കൊല്ലം, 2 weeks, ലോങ് നെയിൽ, ചിങ്ങം. 39 1 week, ചെന്നൈ, അനിഴം, ഉത്രട്ടാതി, വിശാഖം നക്ഷത്രം. 62 നമ്പർ 13 മൺഡേ, തിരുവാതിര നക്ഷത്രം, മലപ്പുറം. നമ്പർ 14 1999 1979 അശ്വതി നക്ഷത്രം, അബ്രോഡ്, പൂരം. ഫുട്ബോൾ 43 32 ഉണർന്ന നക്ഷത്രം, 1995 മീനം, മജന്ത. നവംബർ, ലെറ്റർ R 24, ലെറ്റർ F 1994 44 മ്യൂസിക്. ലെറ്റർ C 1988 1977 38 നമ്പർ 2 ഏപ്രിൽ, ഓഗസ്റ്റ് 17 within 72 hours. നമ്പർ 21 26 ഫെബ്രുവരി, ബ്ലൂ കളർ, ലെറ്റർ I, കർക്കിടകം 2002 പൂയം. റെയിൻബോ, ഡൽഹി 1976 2 months 23 വയലറ്റ്. ലെറ്റർ L, മെയ് 1985 47 തിരുവനന്തപുരം. 1991 മൂവീസ്, കാസർഗോഡ്. റെഡ് കളർ, ദുബായ് 25 2000 ലെറ്റർ V, തുലാം 33. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും എൻഡ് ആവുന്നതാണ്. ഇപ്പോൾ ആളുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെന്റ് പീരീഡ് ആണ്. അപ്പം ആ ഒരു കർമ്മ നേരിട്ടതിന് ശേഷമായിരിക്കാം നിങ്ങൾ തമ്മിലൊരു സ്പിരിച്വൽ യൂണിയൻ സാധ്യമാകുന്നത്.